ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ ഷബാസ് മോന് മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. തുടക്കാനാ ഇങ്ങോട്ട് കൊണ്ടുവരും തമ്മിച്ചിട്ടുണ്ട്. ചേട്ടിക്ക് ചേരാൻ നോക്കി പോണേ. ഒന്ന് മെല്ലെ പോ. ഇറക്കിറങ്ങുമ്പോ നോക്കണം കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ മക്കളല്ലേ ഈ സഭ വരക്കാനുള്ളതൊക്കെ പെട്ടെന്നാണെന്ന് വരക്കണം കേട്ടോ. അപ്പൊ ഫിദമ്മക്ക് രാവിലെയാണ് ട്യൂഷൻ ക്ലാസ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഫസ്റ്റിൻ്റെ എക്സാമാണ്. അത് എൻ്റെ ക്ലാസ് എടുക്കുക. അപ്പോൾ അതിനിരിക്കണം രാവിലെ 6 മണി കൃത്യത്തിന്. 20 മിനിറ്റോളം അങ്ങനെ പോകും. പിന്നെയാണ് ഫുഡൊക്കെ തയ്യാറാക്കിയത്. ഇന്ന് ചിക്കൻ കറിയും നൈസ് ദോശയായിരുന്നു കേട്ടോ. അതിൻ്റെ അടുക്ക് ഫിദാക്ക് ഫുഡ് റെഡിയാക്കി. ഏതായിരുന്നു എൻ്റെ അത് ഷബാസ് മോന് ഇന്ന് ക്യാമ്പ് ഉള്ളതുകൊണ്ട് സ്കൂളിൽ പോകുന്നില്ല. ഓന് ക്യാമ്പിന് പോവുക കേട്ടോ, ഫുട്ബോൾ ക്യാമ്പിന്. എല്ലാ തിരക്കിനിടയിലും വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്നിങ്ങനെ എടുത്ത് വിശേഷങ്ങൾ കാണിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഷാഫ്ഖാൻ ഫിദയും പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നാൽ റാവുത്തർ ബിരിയാണീൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിൽ ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുക്കറിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഇനി അതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 4 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര അധികം എണ്ണ ഒഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറും മസാലയൊക്കെ ഈ ഒരു കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുള്ള ആ ഒരു എണ്ണയാണ് കേട്ടോ. പിന്നെ ഈ ചെറിയുള്ളി, ഈ വെല്ലുള്ളീൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ചേർത്തിട്ടില്ല. ചെറിയുള്ളി ഉണ്ടായിരുന്നു, പക്ഷെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചേർക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു 10-20 ചെറിയുള്ളിയും കൂടെ നന്നാക്കി ചേർക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് കല്ലിൽ ചതച്ചെടുത്തിട്ടുള്ളതാണ്, പേസ്റ്റ് ആക്കരുത്. ഇനി നമ്മൾ വലിയ 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചത്, 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇതിന് പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ ചെറുനാരങ്ങ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുക്കറിൻ്റെ മൂടി ശരിക്കും മൂടരുത്, അമർത്തി മൂടാതെ ജസ്റ്റ് ഒന്ന് അടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് തിളച്ച് ഒന്ന് വരുന്ന സമയത്ത് നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള തോതിൽ നമ്മളിതിലേക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് വെള്ളം തിളപ്പിച്ച് കെറ്റിൽ തിളപ്പിച്ചെടുത്തിട്ടുള്ളതായിരുന്നു. അരിയും കണക്കാക്കി എടുത്തിട്ട് കഴുകി ഊറ്റി വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നാലും നമുക്ക് വെള്ളം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഉപ്പ് പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നന്നായിട്ട് പാകാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വിസിൽ ഇട്ട് ഒറ്റ വിസിലിന് നമുക്കിത് ഓഫാക്കി എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചിക്കനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക്
ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഞാൻ 2 മണി കൃത്യത്തിന് അപ്ലോഡാക്കി ഉച്ചയ്ക്ക് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ ഇതാ നമ്മളൊറ്റ വിസിൽ ഒരു 8 മിനിറ്റോളം ഞാൻ വിസിൽ ഓഫാക്കിയിട്ട് കളയാതെ വെച്ചു. എന്നതിന് ശേഷം വിസിലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാകമായിട്ട് കിട്ടും. വിസിൽ മൊത്തം പോകാൻ വേണ്ടി നിൽക്കരുത്, അപ്പോൾ ഒട്ടു കേട്ടോ. ശരിക്കും റാത്തർ ബിരിയാണീൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് നല്ലോണം ഒട്ടുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ വിസിൽ കളഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇത് കാണാൻ വലിയ മൊഞ്ചൊന്നുമില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് വീഡിയോയിൽ പോയാൽ മതി. അപ്പോൾ ഇതാ പപ്പടം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫുഡ് കഴിക്കാം കേട്ടോ. ഇനി ഫിദമോൾ വന്നിട്ട് ഫിദമോൾക്ക് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കൂടുതൽ വിശേഷങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുതേ. അടുത്ത വീഡിയോ പെട്ടെന്ന് വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും താങ്ക് യു.